ആൾജിബ്ര 2ൻ്റെ കൺസെപ്റ്റുകൾ മാത്രം നോക്കിപ്പോയാലോ നമുക്ക്. ഫസ്റ്റ് തന്നെ പറയുന്നത് എൻ എന്ന് പറയുന്നത് ആറിൻ്റെ ഒരു ഐഡിയലാണ്. ആർ എന്ന് പറയുന്നത് ഒരു റിംഗ് വിത്ത് യൂണിറ്റിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n ഈക്വൽ ടു ആർ ആവണമെന്നുണ്ടെങ്കിൽ ഈ ആറിൻ്റെ ഉള്ളിൽ ഒരു യൂണിറ്റ് കണ്ടെയ്ൻ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. യൂണിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും ഈ റിങ്ങിൽ തന്നെ ഉണ്ടാവും. അപ്പം നമുക്ക് കാണിക്കേണ്ടത് n ഈക്വൽ ടു ആർ. n ഈക്വൽ ടു ആർ എന്ന് കാണിക്കാൻ n സബ്സെറ്റ് ഓഫ് ആർ ആണെന്നും ആർ സബ്സെറ്റ് ഓഫ് n ആണെന്നും കാണിച്ചാൽ പോരെ. ഈ പിക്ചറിൽ തന്നെ നമുക്ക് വ്യക്തമാണ് n എന്ന് പറയുന്നത് ആറിൻ്റെ സബ്സെറ്റ് ആണെന്നുള്ളത്. ഇനി നമുക്ക് തിരിച്ച് കാണിക്കണം. ഇതിനെന്ത് ചെയ്താൽ മതി എന്നറിയാം. ആറിലൊരു എലമെൻറ്റ് ഞാൻ ആർ എടുക്കുന്നു, ആർബിട്രറി ആയിട്ട് ആറിലൊരു എലമെൻറ്റ് ആർ എടുക്കുന്നു. ഈ ആർ എന്നിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടായി ആർ സബ്സെറ്റ് ഓഫ് n ആയി. ഇതിനെ നമ്മൾ ഐഡിയലിൻ്റെ കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഐഡിയലിൻ്റെ കൺസെപ്റ്റ് എന്താ? ഐഡിയൽ എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ പോലെ ആക്ട് ചെയ്യുന്ന എന്നിൻ്റെ ഉള്ള ഒരു എലമെൻറ്റ് ഞാൻ യു എടുക്കുന്നു, എന്നിലുള്ള എലമെൻറ്റ് യു എടുക്കുന്നു, എന്നിട്ട് ആറിലൊരു എലമെൻറ്റ് എടുത്ത് അതിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നിൽ തന്നെ ഉണ്ടാവും. അതാണ് ഐഡിയലിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യു ഇൻറ്റു യു ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്നിൻ്റെ സബ്സെറ്റാണെന്ന് കിട്ടി. അങ്ങനെയാണ് യു ഇൻറ്റു യു ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 എന്ന് പറയുന്നത് അപ്പോൾ എന്നിലുണ്ടെന്ന് കിട്ടി. ഓക്കെ, ഇനി വീണ്ടും എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ ഒന്നും കൂടി കൊടുക്കുക. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് എന്നിലൊരു എലമെൻ്റ് ആയിട്ട് ഞാൻ ഇനി 1 കൊടുക്കുന്നു. 1 എന്നിലുണ്ടല്ലോ, നമുക്ക് ഇവിടെ എന്നിലുണ്ടെന്ന് കിട്ടി. ഇനി ആറിലൊരു എലമെൻ്റ് ആയിട്ട് ഞാൻ ആർബിട്രറി ആറിനെ എടുക്കുന്നു. അപ്പോൾ 1 ഇൻറ്റു 6 എവിടെ ഉണ്ടെന്ന് കിട്ടി? എന്നിൻ്റെ സബ്സെറ്റ്. അപ്പോൾ 6 എന്ന് പറയുന്നത് എന്നിൻ്റെ ഉള്ളിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ 6 എന്ന് പറയുന്ന ആൾ റിങ്ങിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് നമ്മളെടുത്തു. അപ്പോൾ 6 എന്ന് പറയുന്നത് എന്നിൻ്റെ ഉള്ളിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ ഇതാ ഇതും ട്രൂ ആയല്ലോ. അപ്പോൾ ഇത് രണ്ടും ട്രൂ ആയി കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? n ഈക്വൽ ടു 6 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ n ഈക്വൽ ടു 6 ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്ന കണ്ടീഷൻ എന്താ? ഇവിടെ ഒരു യൂണിറ്റ് കണ്ടെയ്ൻ ചെയ്യണം. ആറിൻ്റെ ഉള്ളിൽ ഒരു യൂണിറ്റ് ഉണ്ടാവണം. യൂണിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് അവിടെ ഉണ്ടാവണം.